നിങ്ങളുടെ ജീവിതത്തിനകത്തെ ചില ഇരുൾ മൂടിയതുപോലെയുള്ള സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജീവിതത്തിനകത്ത് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിലെ പ്രകാശത്തെ ഇല്ലാതാക്കിയിട്ട് അതിനെ ഒരു കൂരിരുളിൻ്റെ അവസ്ഥയിലേക്ക് തള്ളിവിടാറുണ്ട്. നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് താൻ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വളരെയധികം പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയത് കാണുവാൻ സാധിക്കും. എന്നാൽ ആ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കിയിട്ട് താൻ ഭയന്നു നിൽക്കുകയല്ല ചെയ്തത്. 23-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു: കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അദ്ദേഹം ഇത് പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു വെളിച്ചവുമില്ലാത്ത സാഹചര്യത്തിലൂടെ ആയിരിക്കും അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാകുക. ആ സാഹചര്യത്തെ നോക്കി ഭയന്നു നിൽക്കുകയല്ല അദ്ദേഹം ചെയ്തത്. മറിച്ച് അദ്ദേഹം പറയുന്നത്, ഈ കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും ഞാൻ അനർത്ഥത്തെ ഭയപ്പെടുകയില്ല. കാരണം അദ്ദേഹം പറയുന്നത്, ഏത് വലിയ കൂരിരുളിൻ്റെ അവസ്ഥയിൽ താനായിരുന്നാലും, ഏത് കൂരിരുളിൻ്റെ താഴ്വരയിൽ താനായിരുന്നാലും എൻ്റെ കാലിന് ദീപമായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനം തൻ്റെ കൂടെയുണ്ട്. ആ ദീപം തൻ്റെ പാതയ്ക്ക് പ്രകാശമായി മാറും. താൻ നിൽക്കുന്ന കൂരിരുളിൻ്റെ താഴ്വരകളെ അത് പ്രകാശമാക്കി മാറ്റും. എൻ്റെ പാതകൾക്ക് അത് വെളിച്ചമായി മാറും. ഞാൻ അങ്ങനെ അതിനെ മറികടക്കുമെന്ന് ദാവീദ് ശക്തമായിട്ട് ധൈര്യത്തോടു കൂടി അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ വേദപുസ്തകം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാവിൻ്റെ സുവിശേഷം താൻ എഴുതി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വീണ്ടും അതിൻ്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു: വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിൽ പാർത്ത ആ കൃപയും സത്യവും നിറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചം, നമ്മുടെ പാതയുടെ പ്രകാശം, നമ്മുടെ കാലിൻ്റെ ദീപം. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്തെ ഇരുൾ നിറഞ്ഞ സാഹചര്യത്തിലാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആ യേശുവുണ്ട്, നിങ്ങളുടെ കൂടെ ആ യേശുവുണ്ട്. ആ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് സ്വീകരിക്കുക. അത് നിങ്ങളുടെ കാലിന് ദീപമായി മാറും. അത് നിങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കും, നിങ്ങളെ പ്രകാശമാക്കി മാറ്റും. അത് നിങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല, നിങ്ങളിലൂടെ മറ്റു പലരുടെയും ജീവിതത്തിനകത്തെ ഇരുളുകളെ മാറ്റി പ്രകാശമാക്കി തീർക്കുവാൻ അത് നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.